ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചിറ്റൂർ ഫെറി റോഡ്, ചേരാനല്ലൂർ, എറണാകുളം. ഇൻറ്റീരിയൽ രംഗത്ത് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് വുഡ് ടെക് ഇൻറ്റീരിയേഴ്സ്. എൻ്റെ സ്ഥാപകനായ സജീഷ് സാറിനെയാണെന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമസ്കാരം. ഹലോ. നമസ്കാരം. എൻ്റെ പേര് സജീഷ്. സജീഷിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് എത്ര വർഷമായി? ഞാൻ ഈ ഫാക്ടറി തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്? മെയിൻലി വാർഡ്രോബ്സ്, കിച്ചൺ കബോർഡ്സ്, പിന്നെ കൊമേഴ്സ്യൽ ഓഫീസ് ഫർണിച്ചറുകൾ അങ്ങനെയാണ് ചെയ്തത്. ജ്വല്ലറിയുടെ വർക്കുകൾ അങ്ങനെ ചെയ്യുന്നത്. അതല്ല, ഓക്കെ. ഹെവി വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ? അത്യാവശ്യം വലിയ പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആണല്ലേ, ഓക്കെ. അത് പാരമ്പര്യമായിട്ടുള്ള വർക്കാണോ അല്ലെങ്കിൽ ഫസ്റ്റ് എന്തായിരുന്നു? ഞാനൊരു കാർപ്പൻറ്ററാണ്. അതെ. അങ്ങനെ ജോലി ചെയ്തു. പിന്നെ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചു. ഓക്കെ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അതിനുശേഷം എനിക്കൊരു പാഷനുണ്ട് ഈ കാർപ്പൻറ്റർ വർക്കിനോട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തത്. വേറെ ജോബിനൊന്നും ആണല്ലേ. ഫസ്റ്റ് അപ്പോൾ വർക്ക് ചെയ്തിരുന്നാണോ? ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നാണോ? ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താണ് തുടങ്ങിയത്. പിന്നെയാണ് സ്വന്തമായിട്ട് ചെറിയ വർക്കുകളൊക്കെ എടുത്ത് തുടങ്ങി. ഇപ്പം നമ്മളുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. വർക്ക് കുറച്ച് കുറവുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നുള്ള വർക്ക് എടുക്കുന്നുണ്ട്, ജോബ് വർക്ക് എടുക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ പുറത്തെ കമ്പനികളുടെ വർക്കുകളും നമ്മൾ ചെയ്തു? അങ്ങനെയാണോ? പുറത്തെ കമ്പനികളല്ല, പാർട്ടീസിന്റെ. ഓക്കെ. അത് നമ്മൾ ഇപ്പം ഈ പല പല മെഷീനുകൾ കാണുന്നുണ്ട്. ഇപ്പം എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമുക്ക് ചെയ്യുന്ന മെഷീൻസുകളാണ് ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ നമ്മൾക്ക് കാർപ്പൻട്രി, മോഡുലാർ ഫർണിച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീനറീസ്, ആ വർക്ക് ചെയ്യുന്നുള്ള എല്ലാ മെഷീൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വിശദമായിട്ടൊന്ന് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? എന്തെങ്കിൽ നമ്മൾക്ക് ഒന്ന് ഓരോ മെഷീൻ്റെയും അത് സ്റ്റാർട്ടപ്പ് തുടങ്ങിയുള്ള ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. നമ്മളൊരു വർക്കിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലാമിനേറ്റും പ്ലൈവുഡും കൂടി പ്രസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. കാരണം പ്ലൈവുഡ് മാത്രമായിട്ട് ആരും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊരു ഫിനിഷ് ഉണ്ട്. ആ ഫിനിഷാണ് ലാമിനേറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അക്രലിക് ഷീറ്റ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ മാർക്കറ്റിലുണ്ട്. പിന്നെ പ്രീ ലാമിനേറ്റഡ് ബോർഡ് വരുന്നുണ്ട്. ലാമിനേറ്റ് ഒട്ടിച്ചു വരുന്നതാണ്. അത് ഡയറക്റ്റ് നമ്മൾക്ക് വർക്ക് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെയുള്ള കേസിൽ നമുക്ക് പ്ലൈവുഡിൽ ലാമിനേറ്റ് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യത്തെ നമ്മൾ പ്രസ്സിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. ആ പ്രസ്സിംഗ് മെഷീൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹോട്ട് പ്രസ്സും ഉണ്ട്, ഒന്ന് കോൾഡ് പ്രസ്സും ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് കോൾഡ് പ്രസ്സാണ്. അപ്പോൾ അതിനൊരു സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് പ്രസ് ചെയ്ത് വെക്കണം. ഹോട്ട് പ്രസ്സിന് നമുക്കൊരു 5 മിനിറ്റ് മതി ഒരു ഷീറ്റ് പ്രസ് ചെയ്യാൻ. പക്ഷെ ഇതിൽ നമ്മളൊരു 40 ഷീറ്റ് നമുക്ക് ഇടാൻ പറ്റും. പക്ഷെ 5 മണിക്കൂർ എടുക്കും. പക്ഷെ നമുക്കത് ലൈഫ് ഉണ്ടാവും. ലൈഫ് ഉണ്ടാവും. കാരണം നമ്മൾ പ്ലൈവുഡിന്റെ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പറേച്ചർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് ഹോട്ട് പ്രസ്സിൽ ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിന് ചിലപ്പോൾ അത് നമ്മൾ ആദ്യം കൊടുത്തതിനേക്കാളും കൂടുതൽ ചൂടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെയറൊക്കെ നമുക്ക് വിട്ടുപോകാൻ ചാൻസ്. കോൾഡ് പ്രസ്സാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രസ്സിങ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കട്ടിങ്ങിലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മളൊരു ഫർണിച്ചർ ചെയ്യുമ്പോൾ അതിനൊരു പ്രൊജക്റ്റിലെ ഡ്രോയിങ് ഉണ്ടാക്കും, പ്രൊഡക്റ്റ് ഡ്രോയിങ് ഉണ്ടാക്കും. അതിൻ്റെ കട്ടിങ് സൈസൊക്കെ എടുത്തിട്ട് നമ്മൾ ആ സൈസ് വെച്ചിട്ട് മെഷീനിൽ കട്ട് ചെയ്യുന്നു. പിന്നെ അതിനെ കാണുന്ന വശത്ത് എല്ലായിടത്തും നമ്മൾ രണ്ടാമത് എഡ്ജ് ബാൻഡ് മെഷീനിൽ ചെയ്യുന്നു. PVC എഡ്ജ് ബാൻഡാണത്. എഡ്ജ് ബാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മൾട്ടി ബോറിങ് ചെയ്യും. കാരണം നമ്മൾ സ്ക്രൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജോയിനറി എല്ലാം മിനിഫിക്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലേറ്റസ്റ്റ് അല്ല, അതൊരു എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തിന് മുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തൊക്കെ ആയിട്ടുണ്ടാവും. അന്ന് ഇത്രയും കമ്പനികളൊന്നും ഇല്ല, പക്ഷെ അന്നേ ഇവിടെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും മിനിഫിക്സ് ആണ് ഉപയോഗിക്കുന്നത്. സ്ക്രൂ, എൽ ക്ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല.
അത് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ബോറിങ് ചെയ്താൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. ഡ്രോയിങ് പ്രകാരം നമ്മളെല്ലാ പീസുകളും മാർക്ക് ചെയ്ത് പാക്ക് ചെയ്തിട്ട് നമ്മൾ സൈറ്റിലേക്ക് അവിടെ കൊണ്ടുപോയിട്ടാണ് ഫിക്സിംഗ് അസംബിൾ ചെയ്യുന്നത്. ചെറിയ പീസുകളൊക്കെ നമ്മൾക്കിപ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മളത് യൂണിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, ആ ഒരു പീസായിട്ടാണ് കൊടുത്തു വിടുന്നത്. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് വെച്ചാൽ മാത്രം മതി. ഇത് നമ്മൾ വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് ഫിക്സ് ചെയ്ത് ഇവിടുത്തെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രോയിങ്ങിനനുസരിച്ചിട്ടുള്ള സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യും. അതാണ് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്മുടെ വർക്കുകളാണ് നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്നത്? ശരിക്കും ഫുൾ ഇന്റീരിയർ നമ്മൾ ചെയ്യുന്നുണ്ട്, A to Z ചെയ്യുന്നുണ്ട്. ഫ്ലോറിംഗ് തൊട്ട് കിച്ചൺ കബോർഡ് അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ വർക്ക്, പെയിന്റിങ്, ഫോൾ സീലിംഗ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ മോഡുലാർ ഫർണിച്ചർ അതിനകത്ത് എല്ലാം വരും. ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് കസ്റ്റമറുടെ എൻക്വയറീസ് അനുസരിച്ചിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് അവരുടെ ഡ്രോയിങ് തരുന്നതനുസരിച്ചിട്ട് നമ്മളത് ആ ഒരു മെത്തേഡ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ചില ആൾക്കാർ നമുക്ക് ഡ്രോയിങ് ചെയ്യാറില്ല, അവർക്ക് ഒരു ഐഡിയ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. ബാക്കി നമ്മളാണ് ഡെവലപ്പ് ചെയ്ത് അവർക്ക് ലൊക്കേഷൻ പോയി കണ്ട് നമ്മൾ മെഷർമെന്റ് എടുത്തിട്ട് പോരും അല്ലേ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ പറഞ്ഞ ഏതൊക്കെ ടൈപ്പ് ഓഫ് വുഡുകളാണ് നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത്? കൂടുതലും പ്ലൈവുഡ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ WPC എന്ന് പറഞ്ഞാൽ വുഡ് ആൻഡ് പ്ലാസ്റ്റിക് കമ്പോസ്റ്റ് പാനൽ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടിവുഡ് ഉണ്ട്, MDF ഉണ്ട്, HDF ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നത് നമ്മളെവിടെ തന്നെയാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽ? ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും നിങ്ങളുടെ കൂടെ പാർട്ണർഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിട്ട് തനിയെ തുടങ്ങിയാണ്? എങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡില്ലല്ലോ, അതെങ്ങനെ തരണം ചെയ്ത് പോകുന്നു? കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡില്ല. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റിയിലാണ്. അപ്പൊ നമ്മളുടെ വരുന്ന കസ്റ്റമർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ അവർ മൗത്ത് പബ്ലിസിറ്റിയാണ്, അങ്ങനെയാണ് നമ്മൾക്ക് വർക്ക് വരുന്നത്. അങ്ങനെയാണ് ഇപ്പൊ 2 വർഷമായിട്ടും അങ്ങനെ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തത്. അതെ. പിന്നെ അതിന് ഗൾഫിലൊക്കെ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. കുറച്ച് നാളെ ഞാൻ ദുബായിലൊക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? അവിടെ ഫീൽഡ് തന്നെയായിരുന്നു. അതെ അല്ലേ. പിന്നെ ഇത് ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി നല്ല സപ്പോർട്ടാണ്. കാരണം ഇതിന് ചില സമയത്ത് നമ്മൾ നൈറ്റ് നമ്മൾ 10 മണി വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. ഇത് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്ങിലാണ്. ഇതെല്ലാം നമ്മളൊരു പേപ്പറിൽ ഡിസൈനും അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ടാണ്, മെഷർമെന്റ് ഷീറ്റ് വെച്ചിട്ടാണ് ബാക്കി എല്ലാ വർക്കും പോകുന്നത്. പക്ഷെ ആ ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾക്ക് ഫസ്റ്റ്. അതാണ് ശരിക്കും ചിലപ്പോ ഒരു സൈറ്റിൽ പണ്ടത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറെ പ്ലൈവുഡ് സൈറ്റിൽ ഇറക്കി വെക്കുക, ഓരോരുത്തർക്കും ഓരോ ജോബ് കൊടുക്കുക, അങ്ങനെയാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആരാ ഡ്രോയിങ് ചെയ്യുന്ന ഒരു സൈറ്റിൽ 10 ആൾക്കാരുടെ വർക്ക് അയാൾ ഒറ്റക്ക് വർക്ക്ഔട്ട് ചെയ്ത് ഡ്രോയിങ് ആയിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ആ ഡ്രോയിങ്ങിന് ഡ്രോയിങ്ങിലാണ് ഏറ്റവും വലിയ റിസ്ക്. അതെല്ലാം ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് ശരിക്കും ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചത്. നമ്മള് A to Z കാര്യങ്ങളും, അതായത് എന്റെ പ്ലാറ്റ്ഫോം തുടങ്ങി നമ്മള് ഹൈ ലെവൽ വരെ നമ്മള് പഠിച്ചതല്ലേ. എല്ലാം അറിഞ്ഞിരിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാല് എല്ലാവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാൻ പാടാത്ത കാര്യമാകുമ്പോ നമുക്കത് തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതെ. അല്ല, നമ്മളുടെ ഇപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് പറ്റും അല്ലെ? നമ്മൾ കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം, നമ്മളെ ഈ ഒരു കമ്പനിക്ക് ഒരു എന്താ പറയാ ഒരു ബ്രാൻഡിങ് നെയിം ഉണ്ട്. അപ്പോൾ പക്ഷെ അത് നമ്മുടെ ക്വാളിറ്റിയിലും എന്താ പറയാ നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ വർക്കിന്റെ കാര്യത്തിലും പക്കയായിരിക്കും അല്ലേ? അതാണല്ലോ നമ്മളൊരു കമ്പനിയുടെ വിജയം. പിന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ, ഏതൊരു ബിസിനസ്സിനെ ഒരു ശരിക്കും പറഞ്ഞ നമ്മുടെ മെയിൻ സ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ്. എത്ര സ്റ്റാഫുണ്ട് ഇവിടെ? ഇവിടെ ഞങ്ങളിപ്പോ 8 പേരുണ്ട്. 8 പേരുണ്ട്. അതായത് ഓരോരോ സെക്ഷനിലുള്ള സ്റ്റാഫുകളാണോ അല്ലെങ്കിൽ എല്ലാം? ഞങ്ങളിപ്പോ ഈ ഫാക്ടറിയിൽ 8 പേരുണ്ട്. പിന്നെ നമ്മൾക്കിപ്പോ സൈറ്റിൽ 4 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ നമ്മള് വലിയ പ്രൊജക്ട് ഒക്കെ ആണെങ്കിൽ നമ്മള് ചിലപ്പോ 25 പേരൊക്കെ ഉണ്ടാവും സൈറ്റിൽ വർക്ക് ചെയ്യാനായിട്ട്. പുറത്തുനിന്ന് നമ്മള് നമുക്ക് ഈ ഫുൾ 25 പേര് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന വെച്ചതാണ്. സൈറ്റിലെ വർക്ക് നമ്മൾ ഒഴിവാക്കിയത് കൊണ്ടിട്ട്
ഇപ്പം മെഷീനാണല്ലോ, ഒരു 5 പേര് ചെയ്യുന്ന വർക്ക് ഒരു ദിവസം ഈ മെഷീൻ ചെയ്യും. ഒരു 5 പേര് ചെയ്യണത് കാരണം ഒരു 45 ബോർഡ് നമ്മൾക്ക് ഇതിനകത്ത് കട്ട് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഫാസ്റ്റാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 5 പേര് 45 ബോർഡ് സൈറ്റിൽ വെച്ചാൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് 5 പേര് വർക്ക് ചെയ്യേണ്ടി വരും. ഇത് നമ്മളൊരു ഇതിലൊക്കെ കൂടുതൽ ടെക്നോളജി ഉള്ള മെഷീൻ ഉണ്ട്. അത് ചിലപ്പോൾ 100 ബോർഡ് വരെ ആവും. അത് ഒരു പിന്നെ നിനക്ക് നമ്മളൊരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ അല്ലേ നമ്മൾക്ക് ഒരു നമ്മുടെ വർക്ക് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിന് അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ നമ്മള് കൂടുതൽ ഭാരം എടുത്ത് വെക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ? നമ്മളോരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ പയ്യെ 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 ഓരോ സാധനങ്ങൾ ഓരോ മെഷീനുകൾ അതായത് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ? പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻ ഈ ഫീൽഡിൽ ഒരുപാട് നമുക്ക് ഇൻവെസ്റ്റ് കോടികൾ മുടക്കിയിട്ട് കൂട്ടിപ്പോകുന്ന കമ്പനികളുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അത് നമ്മൾ 5 കോടി രൂപയുടെ മെഷീനാണെങ്കിലും 5 ലക്ഷം രൂപയുടെ മെഷീനാണെങ്കിലും ഒരു ഷീറ്റ് കട്ട് ചെയ്യുന്നതിന് ഒരു റേറ്റ് ഉണ്ട് മാർക്കറ്റിൽ. അതിപ്പോ അതേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. പക്ഷേ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റുന്നതിന് നമ്മൾ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് റിട്ടേൺ കിട്ടാൻ ഭയങ്കര ഒരുപാട് സമയം എടുക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ നല്ലൊരു മെച്ചമുള്ള ഫീൽഡാണത് ആണ്. പക്ഷെ നിലവിൽ നമ്മൾ നോക്കിയും കണ്ട് കളിക്കുക. പക്ഷെ ആൾക്കാരത് ഓർത്തിട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ നമുക്കത് തിരിച്ചു കിട്ടാതെ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ആണ് നമ്മളെല്ലാം നോക്കിയിട്ടാണ് മാർക്കറ്റ് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ അല്ല ഞാൻ പറയുന്നതൊക്കെ ഇപ്പൊ ഈ ഡ്രോയിങ്ങിൽ തന്നെ ആണെങ്കിലും ഫസ്റ്റ് അതിനകത്താണല്ലോ ഫുൾ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ അല്ലേ മെഷർമെന്റ് ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയാ അളവിൽ തന്നെയാണെങ്കിലും പല വ്യത്യാസങ്ങളുണ്ട് അല്ലേ? അതിപ്പോ ഒരു ബോർഡ് കട്ട് ചെയ്താല് അതിനകത്ത് എവിടെ ഫിക്സ് അടിക്കണം, എവിടെ എന്തോരം സൈസിൽ കട്ട് ചെയ്യണം, എവിടെ എഡ്ജ് ബാൻഡ് അടിക്കണം, എല്ലാം നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഡ്രോയിങ് ഡിസൈൻ ചെയ്യുന്ന ആരാണ്, അയാളുടെ ഉത്തരവാദിത്വമാണ് അത് മൊത്തം. അപ്പം താങ്കൾ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്? അതെ ആണല്ലേ? അപ്പം ഓൾ ഇൻ ഓൾ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം. അല്ല ഞാൻ പറഞ്ഞതിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഓൾ ഇൻ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൈകൾ വേണം അല്ലേ? അല്ല ഇവരെല്ലാം സ്കിൽഡ് ലേബേഴ്സ് ആണ്. പക്ഷെ അവർക്കത് ചെയ്യാനുള്ള ഇത് നമ്മളാണ് കൊടുക്കേണ്ടത്. അതെ സപ്പോർട്ടും ആ ഡിസൈനും. അതെ വേറെ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഇന്റീരിയർ ഡിസൈൻ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് ഇത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. മറ്റേതിനൊക്കെ ഒരു കാർപ്പൻ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ലിമിറ്റഡ് വർക്കിന് മാത്രമേ ഉണ്ടാവും അല്ലേ? അതല്ല ഉള്ളൊരു വശം. അതായത് നമ്മളൊരു വർക്കേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ആ മെഷീനിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്സിങ് മെഷീനാണെങ്കിൽ ആ മെഷീനിൽ വർക്ക് ചെയ്യാൻ അവനൊരു അത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഇന്റീരിയർ വർക്ക് പഠിച്ചതുകൊണ്ട് അല്ലേ? പക്ഷേ ഞാൻ പഠിച്ചു. പക്ഷെ ചില സമയത്ത് നമ്മൾക്ക് ചില കാർപ്പൻറ്റേഴ്സിനെ കാണുമ്പോൾ ഒരു എഞ്ചിനീയറിൻ്റെക്കാള് മേളിലുള്ള ലെവലിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ അത് ഞാൻ അവരെ നമ്മളെ ശരിയാണ്. അതെ നമ്മളിപ്പോൾ ഈ ഒരു എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പഠിച്ച് തീർന്നിട്ടില്ല. അത് ഓരോ കാര്യങ്ങൾ പുതിയ ടെക്നോളജി അനുസരിച്ച് നമ്മളിങ്ങനെ അല്ലേ പഠിക്കാനുണ്ട്. എന്ത് സംഭവമാണെങ്കിലും ഏത് ജോബാണെങ്കിലും നമ്മൾ അത് ഓരോ കാര്യങ്ങൾ പഠിച്ചു വരും. നമ്മൾക്കറിയാൻ പറ്റാത്ത മറ്റുള്ളവരിൽ നിന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ? പക്ഷെ എന്ത് ജോലിയാണെങ്കിൽ നമ്മൾക്ക് അതിനൊരു പാഷൻ വേണം. യെസ്, എന്നാലേ അതിനകത്ത് കൂടുതൽ പഠിക്കാൻ പറ്റും. അല്ലാതെ ഒരു ജോലി മാത്രമായിട്ട് കൊണ്ടുപോകുന്നവർക്ക് നിൽക്കുന്ന സ്റ്റെപ്പിൽ തന്നെ നിൽക്കാനേ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതെ നമ്മൾ ക്യാഷ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്ന വർക്ക് പക്കയായിരിക്കണം അല്ലേ? നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പഠിച്ചു അറിഞ്ഞും കേട്ടും മുന്നോട്ട് പോയാൽ നമുക്ക് കയറി പോകാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഈ ചെയ്തു കൊടുക്കുന്ന വർക്ക് ചെയ്തു കൊടുത്തിട്ടല്ലോ, അവരുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളമാണ്? അങ്ങനെയാണ് ഞങ്ങൾക്ക് കൂടുതലും വർക്ക് വരുന്നത്. കാരണം അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരടുത്ത ആൾക്കാരോട് പറയുന്നത്. അല്ലാതെ ഞങ്ങളൊരു ഇതുവരെ ഒരു മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ അറിഞ്ഞു വരുന്ന കൂടുതലും. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഷോപ്പുകളാണ് കൂടുതലും വരുന്നത്? ശരിക്കും പറഞ്ഞാൽ വീടുകളിലെ വർക്കുകളാണ് കൂടുതലും വരുന്നത്? ഷോപ്പിന്റെയാണ് കൂടുതലും വരുന്നത്. അല്ലേ? പിന്നെ വീടുകൾ.
അതായത് നമ്മളൊരു വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എങ്ങനെയാണ് നമ്മൾ? ടൈം പീരീഡ് നമ്മളൊരു ഡ്രോയിങ് ഇല്ലാത്ത വർക്കാണെന്ന് വിചാരിച്ചു. നമ്മൾക്ക് ഡ്രോയിങ് ചെയ്യാനുള്ളൊരു ടൈം നമ്മൾ ആദ്യം എടുക്കും. പീരീഡ് വേണം. പിന്നെ മെറ്റീരിയൽ അവൈലബിലിറ്റി അത് വേണം. കളക്ട് ചെയ്യാനുള്ളതും അത് ചൂസ് ചെയ്യാനുള്ള ഒരു സമയം. നമുക്ക് പ്ലൈവുഡ് മെറ്റീരിയൽ ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു 15 ദിവസമാണ് നമ്മൾ ചോദിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് 15 ദിവസം നമ്മൾ ഓരോ ആ ഡ്രോയിങ്ങിനനുസരിച്ചുള്ള ടൈം പീരീഡ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. നമ്മൾ മിനിമം 15 ദിവസം എടുക്കും. 15 ദിവസം എടുക്കും. ഈ മെറ്റീരിയൽ ഒന്നും സെറ്റായി വരാൻ എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഓക്കെ. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്ന പറഞ്ഞില്ലേ, നമ്മളിവിടെ പ്രസ്സിങ്ങും മറ്റേ പിന്നെ പറഞ്ഞ പോലെ ഓരോരോ കട്ടിങ്ങും അതിലൊക്കെ പറഞ്ഞില്ലേ, വേറെ എന്തെങ്കിലും ഇവിടെ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ടോ? നമ്മൾക്ക് ഫർണിച്ചർ ഉണ്ട്, വുഡൻ ഫർണിച്ചർ. വുഡൻ ചെയ്യുന്നുണ്ട്. അതായത് ഇത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലൈവുഡ് മാത്രമല്ല, വുഡനും ഫർണിച്ചറും പ്രയോറിറ്റി ഇത് തന്നെയാണ്, ഈ വർക്കിന് തന്നെയാണ്. അതെ. പിന്നെ കസ്റ്റമർ ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ സോഫ, പിന്നെ ഫർണിച്ചർ വെച്ചിട്ട് ചെയേഴ്സ്, ഡൈനിങ് ടേബിൾ, ഡോർ ആൻഡ് ഫ്രെയിം അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങൾ മറ്റേ ഇത് കോട്ടിങ് ഇത് തന്നെയാണ്, PU ഇനാമൽ പോളിഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതല്ല. ഓക്കെ. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ നമ്മൾക്ക് ഈ മെഷീനൊക്കെ ഇപ്പോൾ ഒരു ബേസ് മോഡലാണ് കിടക്കുന്നത്. ഞങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സ്പേസ് കുറച്ചും കൂടി നമുക്ക് വേണം. വലിയ പ്രൊജക്റ്റുകൾ നോക്കുമ്പോൾ നമുക്ക് ഈ 15 ദിവസം എന്നുള്ളത് ചിലപ്പോൾ 20 ഡേയ്സിലേക്ക് പോകും. അപ്പോൾ മെഷീനറി അതേപോലത്തെ മെഷീനറിയും സ്പേസും നമ്മൾക്ക് പിന്നെ അതിനേക്കാൾ അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള മെഷീനുകൾ നമ്മൾ അല്ലേ വരുമ്പോൾ അനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഒരു മെഷീനും കൂടെ നമ്മൾ അഡീഷണൽ എടുക്കുന്നുണ്ട് ഇപ്പോൾ, പാനൽസ്. ഓക്കെ. നമുക്ക് ഒരു ദിവസം 80 ബോർഡ് കട്ട് ചെയ്യാം. നമ്മൾ 40 എന്നുള്ളത് നമുക്ക് 80 ആവും. അപ്പം അത്രയും പ്രൊഡക്ഷൻ നടക്കും. ഓക്കെ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു സംരംഭത്തിലേക്ക് ഇറങ്ങിയല്ലോ, ഇപ്പോൾ പുതിയ ജനറേഷന് വേണ്ടി അവർക്ക് ഒരു ഇതല്ല, ഈ ഇൻഡസ്ട്രിയല്ല, വേറെ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജസ് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊക്കെ ജോലി എടുക്കാൻ നടന്ന സമയത്ത് സൈറ്റിലൊക്കെ എല്ലാവരും ആ ഏജിലുള്ള ഒരു 10-30 പേരെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ആ ഏജിലുള്ള ആൾക്കാരെ ഒന്നും നമുക്ക് ഒരു സൈറ്റിലും ഒരു വർക്കിലും കാണാറില്ല. ആൾക്കാരിവിടെ പോർട്ടറിൽ മെറ്റീരിയൽ കൊണ്ടുവന്ന് കൊടുക്കാനും ഈ സ്വിഗ്ഗിയിലും അവിടെ ഇങ്ങനെ ചെറിയ ജോലികൾ, കൈത്തൊഴിലെന്നൊന്നും പറയാൻ പറ്റില്ല, താൽക്കാലികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്താൽ ജീവിച്ചു പോകുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്ത് ജോലിക്കും അതിൻ്റേതായ ഒരു മാന്യതയും ജീവിക്കാനുള്ളൊരു വരുമാനവും എല്ലാം അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ആൾക്കാരൊന്നും അതിലേക്ക് തിരിയുന്നില്ല. എന്താണ് ആ ജനറേഷനിൽ എന്താണ് അവരുടെ ഇത് വന്നിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പിന്നെ വണ്ടി ഓടിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇതിന് ഇപ്പോൾ നോർത്തിൽ നിന്നാണ് ഒരുപാട് ജോലിക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് കേരളത്തിൽ 10-20 ലക്ഷം പേര് ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കണക്ക്. നോർത്ത് ഇന്ത്യൻസ്. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു 2000 കോടിയോ 3000 കോടിയായിട്ടാണ് മന്ത്ലി ഇവിടെ നിന്ന് നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ഇൻവെസ്റ്റ് ചെയ്ത പൈസ എനിക്ക് വേറൊരു മാർഗത്തോട് തിരിച്ചു കിട്ടുന്നില്ല, സൈക്ലിംഗ് നടക്കുന്നില്ല. ആ പൈസ നോർത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ അവരെ കുറ്റം പറയല്ല, പക്ഷെ അതെല്ലാം നമ്മളുടെ ഇവിടെ ജോലി ചെയ്യാൻ യങ്സ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്കൊന്നും ആ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പുറത്തു പോയി. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തായിരുന്നു. അവിടെ നമ്മൾക്ക് ശരിക്കും കഷ്ടപ്പാടാണ്. ടൈം ടു ടൈം ആണ് ജോലിയും ഭക്ഷണവും റെസ്റ്റും എല്ലാം. ഇവിടെ നമ്മൾക്ക് ഫുൾ ഫ്രീഡം ആണ്, നമ്മളെ നാടാണ്. പക്ഷെ ആൾക്കാർക്ക് ഇവിടെ ഈ ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിലും മോശമായിട്ട് ജോലികൾ പുറത്തു പോയി ചെയ്യാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഇവിടെ ജോലി ചെയ്യാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മടി അല്ലേ? അപ്പോൾ മറ്റുള്ള അന്യ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ശരിക്കും അവരുടെ ഗൾഫാക്കി. അതെ. നമ്മൾക്ക് ഇവിടെ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരാൾക്കും തിരിച്ചു കിട്ടുന്നില്ല. ഇങ്ങനത്തെ ഒരു സംഭവം പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞത് അല്ലേ? ഒരു തൊഴിൽ പഠിച്ച് അതിനൊരു എന്താ പറയുക, ഒരു പുതിയൊരു സ്ഥാപനമൊക്കെ ഇട്ട് അങ്ങനെ ഇതേപോലെ ഇപ്പം നിങ്ങൾ ജീവിച്ച രീതികൾ പറഞ്ഞല്ലോ, അതേ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാം ഒരു ഡിജിറ്റൽ യുഗമായി.
ഡിജിറ്റൽ യുഗമാണ്. ആർക്കും ജോലി ചെയ്യാൻ, അതായത് ഈ ഇത്തരം ജോലികൾ ചെയ്യാനായിട്ട് ആർക്കും താല്പര്യമില്ല. അതെ അതെ, എല്ലാവർക്കും വർക്കിംഗ് ഡ്രസ് ഇട്ട് ജോലി ചെയ്യാനായിട്ടുള്ള താല്പര്യം വളരെ കുറവാണ് ആൾക്കാർക്ക്. അതെ അതെ അതെ. സാറിൻ്റെ ഇത്ര വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് മാറ്റിവെച്ചതിൽ വളരെ സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് അടുത്തൊരു ബ്രാഞ്ചുകളിലേക്ക് എത്തട്ടെ എന്ന്